ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിനി ഗാലക്സി ആൻഡ് ഇറ്റ്സ് മീ ടോബിൻ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗുമായിട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുട്ടപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലാണ്, ജോബിൻസ് ടീ ഷോപ്പ് അല്ലേ ചേട്ടാ? ഈ റൂട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞേ? മാമ്പഴക്കരി. കറക്റ്റ് പറയുവാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും 7.5 കിലോമീറ്റർ, കറക്റ്റ് 7.5 കിലോമീറ്റർ കഴിയുമ്പോൾ മാമ്പഴക്കരി പാലം ഇറങ്ങി ആദ്യത്തെ കടയാണ്. 44 വർഷം പഴക്കമുള്ള കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ്. ചേട്ടൻ്റെ സഹായമായിട്ട് ചേട്ടന് കൂടെ ഉള്ളത് വിജയപ്പൻ ചേട്ടനാണ്. ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആളെ ഞാൻ പരിചയപ്പെടുത്താം. ജിത്തു, ബാ. ഇത് ജിത്തു നമ്മുടെ ക്യാമറമാനാണ്. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. ജിത്തുമായിട്ടാണ് ഇനി മുതലുള്ള വീഡിയോയുടെ യാത്ര. ചേട്ടൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയതേ ഉള്ളൂ. നല്ല ചൂടാണ്. ആ ചൂടോടെ നമുക്കിത് കഴിക്കാം. എല്ലാവർക്കും ഇതിൻ്റെ നമുക്ക് പേരറിയാം. പേരറിയാത്തവർക്ക് വാ, ചേട്ടൻ പറഞ്ഞു തരും. ഇതിൻ്റെ പേരാണ് വെട്ടുകേക്ക്. ഇത് ഏലക്ക, പഞ്ചസാര, ജീരകം, പാല്, മുട്ടയ്ക്കകത്ത് മാത്രമേ ഉണ്ടാക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കത്തില്ല. വെള്ളം ചേർക്കത്തില്ല, ഒട്ടും ചേർക്കത്തില്ല. ഒരു 30 ദിവസം വരെ ഇത് കേടുകൂടാതെ കിടക്കും. ആ, സംശയമുള്ളവർക്ക് മേടിച്ചോണ്ട് പോയി 30 ദിവസം വെച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കേടാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും. എത്ര വർഷമായി? 44 വർഷമായി. 80 തുടങ്ങിയ. എത്ര മണിക്ക് തുറക്കും? 3:30 ആകുമ്പോൾ തുറക്കും. 3:30 എത്ര മണി വരെ? 12:30 ആകുമ്പോൾ അടയ്ക്കും. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ അടയ്ക്കും. പിന്നെ 3 മണിക്ക് വന്ന് തുറക്കും. 6-6:30 വരെ ഇരിക്കും. പാലപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, മുട്ടയുണ്ട്, ഇറച്ചിയുണ്ട്, കടലയുണ്ട്, മീൻകറിയുണ്ട്. ചോറിന്റെ പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി. ഇപ്പൊ ഞങ്ങൾക്ക് തരാൻ ചൂടോടെ എന്തുണ്ട് ചേട്ടാ? പൊറോട്ടയുണ്ട്, പാലപ്പമുണ്ട്, ഇറച്ചിയുണ്ട്, മുട്ടക്കറിയുണ്ട്. ബീഫ് കറിയായിട്ടാണോ? ബീഫ് കറിയായിട്ടാണ്. അല്ല, ചൂടോടെ പൊറോട്ടയും ബീഫും തന്നെ എടുത്തോ. ചൂടോടെ തന്നെ ബീഫ് പൊറോട്ട തരാം. എടുത്തോ. കഷ്ണം വെക്കുക. പാഴത്തെ കഴിപ്പ് കഴിക്കാൻ പോവാണ്. നമ്മൾ വരുന്ന കാര്യമൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അടിപൊളി രുചിയാണ്. കാര്യം ചേട്ടനോട് നമ്മളിപ്പോൾ ചേട്ടനത് നമുക്ക് തന്നപ്പോഴും അത് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. നിങ്ങൾ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു. സത്യം പറയാലോ, അടിപൊളി രുചിയാണ്, നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഇതിന് മുമ്പ് ഇവിടെ പോവുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. കാര്യം ഇത് ഈ ഒരു കടയെക്കുറിച്ച് എൻ്റെ കൂടെ വന്ന ജിത്തു എന്നോട് പറഞ്ഞത് ഇവൻ 2 വർഷം മുമ്പാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഈ അടുത്താണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും അവന് കിട്ടുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ചേട്ടനും അതണക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ നമ്മൾ വരുന്ന കാര്യമൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയല്ല, നിങ്ങൾ തന്നെ കഴിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞത്. ഗ്രേവിയൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വേറെ 2-3 സ്പെഷ്യൽ ഐറ്റം കൂടെ കാര്യമുണ്ട്. സ്പെഷ്യൽ എന്ന് തന്നെ പറയണം. കാര്യം ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ പേര് വെട്ടുകേക്കെന്നാണ്. പല ടൈപ്പാണ്. നിങ്ങൾ തന്നെ നോക്കിയേ. ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേട്ടൻ ചേർത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. തുള്ളി വെള്ളം. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളവും മുട്ടയുടെ വെള്ളയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ചേർക്കും. പക്ഷേ ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഒരു തുള്ളി പോലും, ഒരു കണിക പോലും ഇല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചേട്ടൻ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. അങ്ങനെ ചേട്ടാ, ഇതാണ് വെട്ടുകേക്ക്. മുട്ടയും പാലിനകത്ത് മാത്രമാണ് മാവ് കുഴയ്ക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാറില്ല.
ഏലക്ക പഞ്ചസാര ജീരകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഒരു 10-20-25 ദിവസം വരെ കേടുകൂടാതെ ഈ രീതിക്ക് വർഷങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത്. ഇതിന് നല്ല ചിലവുള്ള സാധനമാണ്. എല്ലാവരും പാഴ്സലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് കൈകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. പൂക്കൊക്കെ നമ്മൾ കലാപരമായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പൂവിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് മടക്സാൻ. മാവ് കുഴച്ച് പേപ്പർ കനത്തിൽ നിർത്തി കഴിഞ്ഞിട്ട് അത് ചുരുട്ടിയെടുത്ത് നിൽക്കുന്ന പോലെ തീർത്തെടുത്തിട്ട് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ച് പിന്നെ 6 ഇഞ്ച് നീളത്തിൽ കുപ്പിയോ തടിയോ കൊണ്ട് നിരത്തി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുന്ന സാധനമാണ് മടക്കസാൻ എന്ന് പറയുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ വിട്ടുമുട്ടായി. അതും ഇതുപോലെ തന്നെ മാവ് കുഴച്ച് പേപ്പർ കനത്തിൽ നിരത്തിയിട്ട് വിട്ടുമുട്ടായി എന്ന് വെച്ചാൽ മുട്ടായിയുടെ വലിപ്പത്തിൽ ഇങ്ങനെ പിറ്റാത്തേക്ക് മുറിച്ച് അതരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുന്ന സാധനമാണ് വിട്ടുമുട്ടായി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ തന്നെ പേരിട്ടിരിക്കുകയാണ് വിട്ടുമുട്ടായി. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ 10 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇപ്പോഴും അത് 10 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്. സാധാരണ ഉള്ളിവടക ബോണ്ടാക്കിയ 10 രൂപ വിലയാണ്. ഇതേ മുട്ടയും പാലിനകത്ത് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതിനും 10 രൂപയ്ക്ക് വിൽക്കുന്നത്. അതുതന്നെ നമ്മുടെ കച്ചവടത്തിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഗൈസ്, വിട്ടുമിഠായി, മടക്സാൻ, വെട്ട് കേക്ക്, പിന്നെ പൂ കേക്ക്, ഇത് കൂടാതെ പൊറോട്ടയും ബീഫും, ഇത്രയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. 4 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്ര അല്പം വിശന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. മുമ്പ് ഇവിടെ നേരത്തെ ചോറും ഊണുമൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഉച്ചക്കത്തെ ഊണ് ഇവിടെ ഇല്ല. 12:30 ആകുമ്പോൾ ചേട്ടൻ കട പൂട്ടി പോകാറാണ് പതിവ്. നോക്കിയേ, പുറത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല തോടും നല്ല വെള്ളവും ഒരു ഒഴുക്കുമൊക്കെ ഉള്ള ഒരു അരുവിയാണ് പുറത്തോടെ പോകുന്നത്. ഇവിടെ ഈ സൈഡിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പക്ക വൈബാണ്. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും ഒന്നുമില്ല. കാര്യം ഇവിടെ നമുക്ക് ഫുഡ് മിച്ചം വരുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു സൗകര്യങ്ങളും ഇല്ല. കാര്യം അതിന് ആവശ്യമില്ല. കാര്യം അന്നുണ്ടാക്കുന്ന ഫുഡാണ് ചേട്ടൻ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ബീഫ് തന്നെയാണെങ്കിലും അന്നത്തേക്ക് വേണ്ട ബീഫ്, അത്യാവശ്യം വേണ്ട ബീഫ് മാത്രം വാങ്ങിക്കുക, അന്ന് തന്നെ അത് കൊടുക്കുക, അന്ന് തന്നെ അത് വിൽക്കുക. നാളത്തേക്ക് ഇപ്പോൾ ഇന്ന് മിച്ചം വന്നു കഴിഞ്ഞാൽ നാളത്തേക്ക് എടുക്കുന്ന ആ ഒരു ഇത് നമ്മുടെ ഈ ഒരു കടയിലില്ല. കടയ്ക്ക് വലിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം ഈ കട വളർന്നതും ഈ കട ഇത്ര ആയതും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെല്ലാം നാട്ടുകാർ വന്ന് കഴിച്ച് അഭിപ്രായം പറഞ്ഞവരുടെ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് കട മുന്നോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണും, ഇവിടെ പുറത്ത് പുഴയാണ്, ആറാണ്. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കമൊക്കെ ഈ കടയിൽ നന്നായിട്ട് ബാധിച്ചായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ചേട്ടൻ പറയും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, 1980 തുടങ്ങിയ കടയാണ് ഞാനിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മല്ലിയും മുളകും ഒക്കെ ഞാൻ വാങ്ങിച്ച് പൊടിച്ച് വെക്കുന്നതാണ്. മസാല ഐറ്റങ്ങൾ കടയിൽ പോയി വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണ്. അങ്ങനെയാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. കടല, മുട്ട, ബീഫ് കറികൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അതാണ് എൻ്റെ രുചിയുടെ പ്രത്യേകത. യാതൊരുവിധ മായവും ചേർക്കാറില്ല. പിന്നെ ഇറച്ചിയാണെങ്കിൽ 3-4 കിലോ ഇറച്ചി മേടിച്ചാൽ അന്ന് തന്നെ തീരുന്ന സംവിധാനമേ ഉള്ളൂ. തികയത്തിൻ്റെ മിച്ചം വരുന്ന സാധനം എടുക്കാറില്ല. ഫ്രിഡ്ജും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അത് അന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന രീതിയാണ്. പിന്നെ ഞാൻ തുടങ്ങിയില്ലേ, ഈ കട കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ ആയതും വളർന്നതൊക്കെ. 2018 വെള്ളത്തിൻ്റെ കട പൂർണ്ണമായിട്ടും വീണ് പോയായിരുന്നു. ടോറസ് ഓടി ഇവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ടോറസ് വന്ന് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോയ സമയത്ത് അതിൻ്റെ ഓളമടിച്ച് കട വീണ് പോയി. അത് കഴിഞ്ഞ് 1 വർഷം 6 മാസം കഴിഞ്ഞാണ് കട വീണ്ടും ഇതിങ്ങനെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി സ്വാദുള്ള പൊറോട്ട ബീഫാണ് ഇവിടുത്തെ. നിങ്ങൾ വന്ന് കഴിച്ച് നോക്കണം. ഉറപ്പായിട്ടും ഇത് ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ നിന്ന് കഴിച്ച് നോക്കണം.